നമസ്കാരം. റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ആര് കിരീടധാരണം നടത്തുമെന്നുള്ളതാണ് അറിയേണ്ടത്. GT വേഴ്സസ് RCB. നിലവിലെ ചാമ്പ്യന്മാരായ RCB ക്വാളിഫയർ 1 GTയെ തീർത്തതാണ്. സമീപകാലത്തെ ചരിത്രം നോക്കിയാൽ ക്വാളിഫയർ 1 വിജയികൾ കിരീടം കൊണ്ട് പോകുന്നതാണ് അധികവും നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷെ ധരംശാലയിലെ പിച്ചല്ല, ഗുജറാത്തിലെ അഹമ്മദാബാദിലെ പിച്ചെന്ന വിശ്വാസത്തിലാണ് GT ഇറങ്ങുന്നത്. ഏതായാലും ഇന്നൊരു തീപറക്കുന്ന പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നൊക്കെ പറയൂലേ, അത് നടക്കും എന്ന് വേണം കരുതാൻ. ടീം ന്യൂസ് നോക്കുമ്പോൾ RCB ഫിൽ സാൾട്ടിനെ തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ അദ്ദേഹം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും വെങ്കടേഷ് അയ്യർ ഓപ്പൺ ചെയ്യുന്നത് തുടരും. മറ്റു മാറ്റങ്ങളിലേക്ക് അവർ പോകാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവരുടെ ഒരു പ്രോബബിൾ 12 നോക്കിയാൽ വിരാട് കോഹ്ലി, വെങ്കടേഷ് അയ്യർ അല്ലെങ്കിൽ ഫിൽ സാൾട്ട്, ദേവദത്ത് പടിക്കൽ, രജത് പട്ടിദാർ, കൃണാൽ പാണ്ഡ്യ, ടിം ഡേവിഡ്, ജിതേഷ് ശർമ്മ, റൊമാരിയോ ഷെഫേർഡ്, ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ്, റഷീഖ് സലാം, ജേക്കബ് ഡഫി ഓർ സുയാഷ് ശർമ്മ. അതായത് ഫിൽ സാൾട്ട് കളിക്കുകയാണെങ്കിൽ പിന്നെ സുയാഷ് ശർമ്മയെ കളിപ്പിക്കേണ്ടി വരും. അതല്ല വെങ്കടേഷ് അയ്യരാണ് കളിക്കുന്നെങ്കിൽ ജേക്കബ് ഡഫിയെ തന്നെ കളിപ്പിക്കും. അതേസമയം GTയുടെ കാര്യത്തിൽ അവരുടെ മിഡിൽ ഓർഡറിൽ മികച്ച പെർഫോമൻസ് വരേണ്ടതുണ്ട്. നിഷാന്ത് സിന്ധു, ജെയ്സൺ ഹോൾഡർ തുടങ്ങിയവരൊക്കെ നന്നായിട്ട് പ്രകടനം നടത്തേണ്ടതുണ്ട്. രാഹുൽ തെവാട്ടിയെ ഇപ്പോൾ മോശമല്ലാതെ കളിക്കുന്നു എന്നുള്ളൊരു പ്രതീക്ഷ അവർക്കുണ്ട്. ശുഭ്മൻ ഗില്ലും സായ് സുദർശനും ജോസ് ബട്ട്ലറും തന്നെയാണ് അവരുടെ പ്രധാന സ്കോറർമാരായിട്ടുള്ളത്. ഏതായാലും GTയുടെ ഒരു പ്രോബബിൾ 12 നോക്കുകയാണെങ്കിൽ ശുഭ്മൻ ഗില്ല്, സായ് സുദർശൻ, ജോസ് ബട്ട്ലർ, വാഷിംഗ്ടൺ സുന്ദർ, നിഷാന്ത് സിന്ധു, ജെയ്സൺ ഹോൾഡർ, രാഹുൽ തെവാട്ടിയ, റാഷിദ് ഖാൻ, സായ് കിഷോർ, കാഗിസോ റബാദ, പ്രസിദ്ധ് കൃഷ്ണ, മുഹമ്മദ് സിറാജ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിച്ച് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പിച്ച് കഴിഞ്ഞ ഫൈനൽ നടന്നില്ലേ, സെയിം പിച്ചിലാണ് നടക്കാൻ പോകുന്നത്. സോ ഈ ഒരു സീസണിൽ 2 തവണ ഈ പിച്ച് ഉപയോഗിച്ചിട്ടുമുണ്ട്. സോ 2 തവണ ഉപയോഗിച്ച പിച്ചിലാണ് കളി നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊരു കളി ഈ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് തന്നെയാണ്. ഈ ഗ്രൗണ്ടിൽ 2 ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയത് തന്നെയാണ്. അപ്പം ചേസിങ് ടീമുകൾക്ക് ഒരു ആനുകൂല്യം കിട്ടുന്ന സ്വഭാവമാണ് പൊതുവെ ഇവിടുത്തെ പിച്ചുകൾക്കുള്ളത്. ഏതായാലും അവസാനമായി നടന്ന 6 കളികളിൽ 4 മത്സരങ്ങളും ചേസ് ചെയ്ത ടീമാണ് ഇവിടെ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റണ്ണൊഴുകുന്ന ഒരു മത്സരം, ചേസിങ്ങിന് സാധ്യത കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് ടോസ് ലഭിച്ചാൽ ടീമുകൾ രണ്ടാമത് ബാറ്റ് ചെയ്യാനാണ് സാധ്യത. കാത്തിരിക്കാം ഇന്നത്തെ തീപ്പൊരി പോരാട്ടത്തിനായി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എഴുതാം.